ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ജിഫ്മി. ഇതെൻ്റെ യൂട്യൂബിൽ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. ലോങ് വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്, മോൾക്ക് ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ആൾ എഴുന്നേറ്റിട്ട് കോഴീനെയൊക്കെ പോയി നോക്കുകയാണ്. ഞങ്ങൾക്കിവിടെ പട്ടികളുടെയൊക്കെ ശല്യമുണ്ട് രാത്രി. അപ്പോൾ ആൾ കോഴീനെയൊക്കെ പോയി നോക്കുകയാണ്. സമയം കൊണ്ട് ഞാൻ ആൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചോറൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് ചോറിൻ്റെ കൂടെ പരിപ്പ് കറിയാണുള്ളത്. വീട്ടിൽ എന്താണ് വെക്കുന്നത് അതാണ് കൊടുത്തു വിടാറ്. ഞാൻ അവർക്ക് വേണ്ടി അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും വെക്കാറില്ല. വീട്ടിലെന്ത് കറിയാണുള്ളത് അതങ്ങനെ കൊടുത്തു വിടുകയാണ് ചെയ്യാറുള്ളത്. ചെറുപ്പം മുതൽ അങ്ങനെ ശീലിച്ചേക്കുന്നതുകൊണ്ടായിരിക്കണം ആളങ്ങനെ എല്ലാ കറികളും അത്യാവശ്യം കഴിച്ചോളും. അത് ഒരു കണക്കിന് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചോറും പരിപ്പുകറിയൊക്കെ ഞാൻ എടുത്തു വെച്ചു. ആൾക്കുള്ള ചായയും കൊടുത്തു. അപ്പോൾ അത് ആളവിടെ നിന്ന് കഴിക്കാതെ, കാരണം ഭക്ഷണം കഴിക്കാനൊന്നും വലിയ മടിയൊന്നും ഇല്ല. പൊതുവെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ മടിയാണെന്ന് പറയില്ലേ. എൻ്റെ മൂത്ത ആൾക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ വലിയ മടിയില്ല. രണ്ടാമത്തെ ആളാണ് ഭയങ്കര മടിച്ച്. ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. മെമ്മ സ്കൂളിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ. അപ്പോൾ അവരുടെ സ്കൂൾ ബസ് വന്ന് പോകുന്നതാണ്. അപ്പോൾ ആൾ ഞാനിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ റെഡിയാക്കുന്ന ഗ്യാപ്പിൽ ഇളയ മോള് അമ്മയുടെ കയ്യിലായിരുന്നു കുറച്ച് നേരം. അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒച്ചയെടുക്കുകയാണ് കിടന്നുകൊണ്ട്. ആളും കൂടി ഉണ്ടെങ്കിൽ മുടി കെട്ടിക്കൊടുക്കലൊന്നും നടക്കില്ല. അപ്പോൾ അത് കാരണം ആണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ ബസ് വരാറായി. അപ്പം മോളെ കയറ്റി വിട്ടു. ഇനി ഇവിടെ തുടങ്ങി പിന്നെ കുഞ്ഞിതിൻ്റെ പുറകെ ആയിരിക്കും ഞാൻ. ആൾ ഭയങ്കര കുറുമിയാണ്. ഭക്ഷണമൊന്നും കഴിക്കാൻ ഭയങ്കര മടിച്ചാണ്. ഇത് കുറച്ച് നേരമൊക്കെ പുറത്തൊക്കെ നടന്നിട്ടാണ് ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് ആൾ കയറുള്ളൂ. ഇനി ഇവിടുന്ന് ആൾ നേരെ പോണത് കോഴീനെ നോക്കാനാണ്. കോഴിക്ക് തീറ്റ ഇട്ട് കൊടുക്കുക, കുറച്ച് നേരം കോഴിയുടെ കൂടെയൊക്കെ നടക്കുക, പിന്നെ കുറച്ച് നേരം പറമ്പിലൂടെ നടക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ കലാപരിപാടികളെന്ന് പറയുന്നത്. കോഴിക്ക് തീറ്റ ഇട്ട് കൊടുത്തിട്ട് അതിനെ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഇത് കാണുമ്പോൾ എല്ലാവരും പറയും കോഴി നോക്കണം എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത് നിൽക്കുകയാണ് ആളുടെ. ഞാൻ അങ്ങനെ മാറിയൊന്നും നിൽക്കുകയൊന്നുമില്ല. ഇതുവരെ അങ്ങനെയൊന്നും കോഴി ചാടി കൊത്തിയൊന്നും ചെയ്തിട്ടില്ല. ആൾക്ക് ഇത്തിരി പേടിയും കുറവാണ് കോഴീനെ. എപ്പോഴും ചെറുപ്പം മുതലേ കാണുന്നതുകൊണ്ടായിരിക്കണം. ഞങ്ങളിവിടെയൊക്കെ കുറേ നേരം നടന്നിട്ടാണ് ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. മാത്രമേ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിച്ചാണ്. ഒരു സാധനം കഴിക്കില്ല കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടില്ല, ഇതാണ് മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ബഡ് ചെയ്ത് പ്ലാവ് വാങ്ങിച്ചിട്ട് ആദ്യമായിട്ടാണ് ചക്ക ഉണ്ടാക്കുന്നത്. ചക്ക ഉണ്ടാവുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല. ഇത് പൊന്നാങ്കണ്ണി ചീര. ഇത് ഞങ്ങളുടെ വീട്ടിലുള്ളതാണ്. ഇത് കഴിച്ചിട്ടുള്ളവർ പറയണേ. രാവിലത്തെ ഫുഡ് പരിപ്പും ചപ്പാത്തിയായിരുന്നു. ഞാനത് കഴിച്ചിട്ടുണ്ടായില്ല. അത് കഴിക്കാൻ വേണ്ടി എടുത്തേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ആ ഗ്യാപ്പിൽ കൂടി ചപ്പാത്തി തന്നെ കുറച്ച് പാലൊഴിച്ച് കുതിർത്തിയിട്ടാണ് ഞാൻ മോൾക്ക് കൊടുക്കുക. അങ്ങനെ 2-3 വായ ആൾ കഴിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ക്യാരറ്റോ അല്ലെങ്കിൽ ഒരു ആപ്പിളോ ഒക്കെ ഒരു 10-11 മണിയാകുമ്പോൾ ഞാൻ കൊടുക്കും. എന്നിട്ട് കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് കുറച്ച് നേരം കിടത്തി ഉറക്കുകയാണ് ചെയ്യാറ്. എനിക്ക് കുറച്ച് തുണിയൊക്കെ വിരിച്ചിടാനുണ്ടായിരുന്നു അലക്കിയത്. അപ്പോൾ ആളെൻ്റെ കൂടെ ഇങ്ങനെ നടന്നോളൂ അവിടെ ഇങ്ങനെ. ആ പണിയിലാണ് ഞാൻ. ഇതിൻ്റെ ഇടയ്ക്ക് ആളെ നോക്കണം, കാരണം ആൾ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടോ ഇരിക്കും കേട്ടോ. പൈപ്പിൻ്റെ അടുത്തേക്ക് പോവും, വെള്ളം തുറന്ന് ബക്കറ്റിൽ പിടിക്കാൻ പോവും, കോഴിയുടെ അടുത്തേക്ക് പോവും. അങ്ങനെ രാവിലത്തെ ഒരു സമയം ഭയങ്കര ഓട്ടം തന്നെ ഇരിക്കുള്ളൂ. അങ്ങനെ ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഫുഡ് കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ്. പക്ഷെ ആൾ കഴിക്കില്ല. 2-3 വായാണ് ആകെ ആൾ കഴിക്കുള്ളൂ. കണ്ടോ, തട്ടിയിട്ട് ഓടാണ് കാണുന്നത്. ഇനി കുറച്ച് നേരം ഒളിച്ച് കളിക്കും ഞങ്ങൾ. ഒളിച്ച് നിൽക്കാണ് ആള്. കുട്ടികൾ കാണാൻ നല്ല രസമല്ല. പക്ഷെ അവരെ കുറച്ച് നേരം നോക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ മനസ്സിലായിരുന്നു കുട്ടികളെ നോക്കാൻ എന്തൊരു പാടാണെന്നുള്ളത്. അങ്ങനെ ഞാൻ നേരെ കൊണ്ട് കുളിപ്പിച്ച് ഇനിയിപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ബഹളമാണ് നിങ്ങൾ കാണുന്നത്. ഉറങ്ങി കഴിഞ്ഞിട്ട് വേണം എനിക്കിനി സാമ്പാർ താളിക്കാൻ. ഞങ്ങൾക്കൊന്ന് സാമ്പാറാണ്, അത് ഇനി താളിക്കണമെങ്കിൽ ഇവിടെ ഉറങ്ങിയിട്ട് വേണം. അങ്ങനെ ഞാൻ ഉറക്കിയിട്ട് വന്നു. ഞാൻ സാമ്പാർ ഓൾറെഡി ഞങ്ങൾ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് താളിച്ചൊഴിക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമ്പാർ മാത്രമേ ഉള്ളൂ ഇന്ന് ഉച്ചയ്ക്ക്. വേറെ കറിയൊന്നും ഒന്നുമില്ല. അപ്പോൾ അത് കാരണം
ഞാൻ ഒരു മുട്ട എന്തെങ്കിലും വറുക്കാമെന്നാണ് നോക്കിയത് വിചാരിച്ചത്. അപ്പം ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ മുട്ടയില്ല, മുട്ട തീർന്നിരിക്കണം. നിങ്ങളെങ്ങനെ വിചാരിക്കും. പിന്നെ താളിച്ചൊഴിച്ചു. ഇനി അത് ഒന്ന് ചുറ്റിച്ചൊഴിക്കും കേട്ടോ. അത് എനിക്ക് വീഡിയോയിൽ ഞാൻ എടുക്കാൻ മറന്നു പോയതാണ്. ഞാൻ പറഞ്ഞല്ലോ മുട്ടയില്ലയെന്ന്. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ മുട്ട കണ്ടില്ല. അപ്പം നേരെ പോയി കോഴി മുട്ട ഇട്ടേക്കണോടത്തുനിന്ന് 2 മുട്ട എടുത്തുകൊണ്ടൊന്നു ഞാനതൊന്ന് പൊരിക്കണം. അപ്പച്ചൻ ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ വരും. ഉച്ചയ്ക്ക് ഇനി ഞാനും കൊച്ചും അമ്മാമ്മയും അപ്പച്ചനും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കുള്ള മുട്ടയും പൊരിച്ചു. കൊച്ചിന് കുറച്ച് എരിവില്ലാണ്ടും പൊരിച്ചു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു. മുട്ടയും സാമ്പാറുമാണ് ഞങ്ങൾക്കിന്ന് ഉച്ചയ്ക്ക്. അതും കഴിച്ച് കുറച്ച് നേരം ഹസ്ബൻഡിനെ വിളിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കൊച്ചിനെയും കിടത്തി ഉറക്കി. ഞാനും ഉറങ്ങിപ്പോയി കുറച്ച് നേരം അറിയാണ്ട് അവിടെ കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയണത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.